ഹായ് നമസ്കാരം, ഞാൻ ശില സന്തോഷ്. ഇന്ന് നമ്മുടെ ഗ്രീൻ ആർട്ട് വിഷൻ ചാനലിൽ കാണാൻ പോകുന്നത് ഏറ്റവും പുതിയൊരു സാധനമാണ്. ലോക അത്ഭുതങ്ങളിൽ പെട്ട ഒരു അത്ഭുതമാണ് ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത്. അയിലൂറുള്ള നമ്മുടെ ശില്പികൾ ചെയ്ത ഒരു കഴിവാണ്. അത് നമുക്ക് നേരിട്ട് കാണാം. അതെന്താണെന്ന് നേരിട്ട് കാണുമ്പോഴാണ് നിങ്ങൾക്ക് മനസ്സിലാവുന്നത്. അയിലൂർ എന്ന് പറഞ്ഞ സ്ഥലത്താണ് എത്തിയിരിക്കുന്നത്. എപ്പോഴും ഞങ്ങളിവിടെ വരുന്നത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഓരോ വ്യത്യസ്തമായിട്ടുള്ള വർക്കുകളാണ് നമുക്ക് മുന്നിൽ കാണുന്നത്. കാരണം ഇന്ന് വന്നേക്കുന്ന ഒരു വലിയ അത്ഭുതമാണ്. അത്ഭുതം എന്ന് പറഞ്ഞാൽ ലോകത്ത് തന്നെ ഏറ്റവും റെയറായിട്ടൊരു വർക്കാണ് നമ്മൾ ചെയ്തിരിക്കുന്നത്. അവിടുത്തെ ശില്പികളെയും കൂടെ നമുക്ക് പരിചയപ്പെടുത്താം. ഗ്രീൻ ആർട്ട് വിഷനിൽ കഴിഞ്ഞ വീഡിയോ നിങ്ങൾ കണ്ടു കാണും. ഇവിടുത്തെ ഒരു വിളക്ക്, വാസ്തു വിളക്കെന്ന് പറയുന്ന ഒരു വിളക്ക് നിങ്ങൾ കണ്ടു കാണും. എല്ലാം നല്ല രീതിയിൽ അത് കാണുകയും അതിനെ കമൻറ്റ് ഇടുകയും ചെയ്തിട്ടുണ്ട്. അദ്ദേഹം മാണിക്കൻ ചേട്ടൻ തന്നെയാണ് ഇത് ചെയ്തിരിക്കുന്നത്. മാണിക്കൻ ചേട്ടനും അനിയനും അതുപോലെ സദാശിവൻ എന്ന് പറയുന്ന എൻ്റെ സുഹൃത്തുണ്ട്. അദ്ദേഹം കൂടെ ചേർന്നാണ് ഈ വിളക്ക് ചെയ്തിരിക്കുന്നത്. അപ്പോൾ നമുക്ക് അവരെയും കൂടെ പരിചയപ്പെടാം. ഇത് സദാശിവൻ ചേട്ടൻ. ഇദ്ദേഹത്തിൻ്റെയും കൈകൾ, ഇവരുടെ 3 പേരുടെയും കൂടെ കൈകളാണ് നമ്മുടെ ഈ കിണ്ടിയിൽ വന്നിരിക്കുന്നത്. കാരണം ഒരു റെയർ വർക്കായതുകൊണ്ടാണ് വളരെ എല്ലാവരും കൂടെ ചിന്തിച്ച് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു സ്ഥാപനത്തിൽ നിങ്ങൾ എന്ത് പറഞ്ഞാലും ചെയ്തു തരും. നിങ്ങൾ ഏതൊരു ഐഡിയ പറഞ്ഞാലും ചെയ്തു തരും. അതിൻ്റെ ഒരു നേർക്കാഴ്ചയാണ് നമ്മളിവിടെ കാണുന്നത്. ഇനി അടുത്ത ഒരാളെ കൂടെ പരിചയപ്പെടുത്താം. ഇത് മാണിക്കൻ ചേട്ടൻ്റെ അനിയനാണ് മുരുകൻ ചേട്ടൻ. അപ്പോൾ എൻ്റെ ഒരു സുഹൃത്താണ്. വർഷങ്ങളായിട്ടുള്ള ആ ഒരു ബന്ധത്തിലാണ് ഞാനിവിടെ എത്തിയതും അല്ലെങ്കിൽ ഈ വീഡിയോ ഒക്കെ ചെയ്തതും. അപ്പോൾ ഇവർ 3 പേരും കൂടെ ചേർന്നാണ് നമ്മുടെ ഈ ഒരു വർക്ക് ചെയ്തത്. ഇന്ന് ഏകദേശം രാത്രിയായി. 3 ദിവസത്തിൽ കൂടുതൽ ഞങ്ങളിവിടെ ഉണ്ടായിരുന്നു. ഇന്ന് രാത്രിയായിട്ടാണ് ഈ വർക്ക് തീർന്നത്. അപ്പോൾ നമുക്കിതിൻ്റെ കാഴ്ചകൾ നമുക്ക് നേരിട്ട് കാണാം. ആദ്യം ഇത് ഏറ്റുവാങ്ങാം, അത് കഴിഞ്ഞിട്ട് ഇതിൻ്റെ കാഴ്ചകളും നേരിട്ട് കാണാം. ഇത് ഒരു കിണ്ടി. ഈ കിണ്ടിയുടെ ഇവിടെ മുകളിൽ അടച്ചേക്കുക, ഒറ്റ വാർപ്പിൽ തന്നെ. ഇതിൽ 3 ഹോളുണ്ട്. അതുപോലെ തന്നെ ഇതിൻ്റെ അടിവശത്ത് 3 ഹോളുണ്ട്. ഇതിന് വാലിൽ ഹോളുണ്ട്. അപ്പം ഇതാണ് നമ്മുടെ കിണ്ടി. ഇതിൻ്റെ അത്ഭുതം എന്താണെന്നാണ് നമ്മളിനി കാണിക്കാൻ പോകുന്നത്. സാധാരണ വെള്ളം ഇത് നമ്മൾ ഈ കിണ്ടിയിലോട്ട് ഒഴിക്കുക. ഇത് ഫുള്ള് വെള്ളം ഇതിനകത്ത് ഇറങ്ങിയിട്ടുണ്ട്. നമുക്കിത് തിരിച്ചു നോക്കാം. ഇതിൻ്റെ തുള്ളിയായിട്ടിരിക്കുന്ന വെള്ളം മാത്രമേ പോകത്തുള്ളൂ. അതുകൊണ്ട് മുകളിൽ ഇരിക്കുന്നത് ആ ചേർന്നിരിക്കുന്ന വെള്ളമേ പോകത്തുള്ളൂ, അല്ലാതെ വെള്ളം പോകത്തില്ല. ഇത് തിരിച്ചു വെക്കുക. നമ്മൾ തിരിച്ചു വെച്ചിട്ട് ഇതുപോലെ തന്നെ നമ്മൾ വെള്ളം ഒഴിക്കുക. ഇത് ബാഗിൽ ഒഴിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ കിടക്കുന്ന വെള്ളം മാത്രം, ഇത് കണ്ടോ, ഈ കിടക്കുന്ന വെള്ളം മാത്രം, ഇത് മാത്രമേ പോകത്തുള്ളൂ. കണ്ടോ, ഇപ്പം ഇങ്ങനെയും വെള്ളം പോകത്തില്ല. പക്ഷേ ഇതിൻ്റെ വാലയിൽ കൂടെ മാത്രം വെള്ളം പോകും. നോക്കണം, ഇതിൻ്റെ വാലയിൽ കൂടെ മാത്രം. കണ്ടോ, ഇതാണ് ഇതിൻ്റെ അത്ഭുതം. കാരണം ഇതൊരു കൗതുകമാണ്. ഇതിനുള്ളിലൊരു വർക്കുണ്ട്. അതാണ് ഈ വെള്ളം ഇങ്ങനെ പോകാനുള്ള പ്രത്യേകത. പക്ഷേ ഒറ്റ വാർപ്പിൽ മെഴുകു പിടിച്ചിത് ചെയ്തതാണ് ഏറ്റവും വലിയൊരു അത്ഭുതം. ലോകത്തിലെ തന്നെ വലിയൊരു അത്ഭുതമാണിത്. ഇതേപോലുള്ള കലാകാരന്മാരെ നമ്മൾ എന്തുവാ പറയണ്ടേ, അത്രയ്ക്ക് വലിയ കലാ കുടുംബമാണ്. ഈ ചെയ്ത ആൾക്കാരെ നമ്മൾ നമിച്ചേ പറ്റത്തുള്ളൂ. ചെറിയൊരു ഐഡിയയാണ് നമ്മൾ കൊടുത്തത്. പക്ഷേ ഇത് ഇത്രയും വലുതാക്കി അവർ റെഡിയാക്കി തന്നതാണ്. 3.5 ദിവസത്തോളം നമ്മൾ താമസിച്ചിട്ടാണ് ഇത് സെറ്റ് ചെയ്ത് പോരുന്നത്. അതിന് മുമ്പ് തന്നെ അവർ മെഴുകു പിടിച്ച് ഒരുമാതിരി എല്ലാം റെഡിയാക്കി വെച്ചിരുന്നു. അങ്ങനെ തീർത്താണ് നമ്മൾ കൊണ്ടുവന്നത്. ഇതിനകത്ത് ഇത് അയിലൂരെന്ന് എഴുതിയിട്ടുണ്ട്. അവരുടെ കുടുംബ പേര് അയിലൂർ, ആ സ്ഥലപ്പേരുമായിട്ട് ബന്ധപ്പെട്ടതാണ്. അത് കഴിഞ്ഞിട്ട് ഒരു സൈഡിൽ മയിലുണ്ട്, കഥകളിയുണ്ട്, വിളക്കുണ്ട്. പിന്നെ ഇത് തിരിച്ചു പിടിച്ചു കഴിഞ്ഞാൽ ആനയാണ്. അപ്പോൾ അത്ര കലയാണ് ഇതിന് ചെയ്തിരിക്കുന്നത്. കലയ്ക്ക് അപ്പുറം ഇത് വലിയൊരു അത്ഭുതവും കൂടാണ്. ഇത് നിങ്ങളൊന്നും കാണാതെ പോകരുത്. മാക്സിമം ഷെയർ ചെയ്യണം. ഇതേപോലുള്ള കലാകാരന്മാരെ നമ്മൾ ഷെയർ ചെയ്ത് പ്രോത്സാഹിപ്പിച്ചില്ലെങ്കിൽ ഇവരെല്ലാം നഷ്ടപ്പെട്ടു പോകും നമ്മുടെ മുമ്പിൽ നിന്ന്. അതുകൊണ്ട് ഒരിക്കലും ഇത് ഷെയർ ചെയ്യാതെയും കാണാതെ ഇരിക്കരുത്. നമ്മുടെ ശിലാ മ്യൂസിയത്തിൽ എത്തിയാൽ ഇതേപോലുള്ള ഒത്തിരി വർക്കുകൾ അവർ ചെയ്തേയുണ്ട്. നമ്മൾ എന്തു പറഞ്ഞാലും ചെയ്തു തരുന്ന ഒരു കുടുംബമാണ്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് ധൈര്യമായിട്ട് എന്ത് കാര്യങ്ങളും പറഞ്ഞ് ചെയ്യിക്കാൻ പറ്റും. കാരണം ഈ ഐഡിയ പുതിയ തലമുറയിൽ ഇത്രയും വലിയൊരു ഐഡിയ ഉള്ളതാണ് നമ്മുടെ ഏറ്റവും വലിയൊരു ഭാഗ്യം. ഇതൊരു മാജിക്കൊന്നുമല്ല. ഇത് നേരിട്ട് കാണാനായിട്ട് നമ്മുടെ ശിലാ മ്യൂസിയത്തിൽ പത്തനംതിട്ട ജില്ലയിലെ അടൂർ
അടൂർ തുവയൂർ എന്ന് പറഞ്ഞ സ്ഥലത്ത് നമ്മുടെ ശിലാ മ്യൂസിയത്തിൽ എത്തിയാൽ ഇത് നേരിട്ട് കാണാം. നിങ്ങൾക്ക് തന്നെ ഇത് ചെയ്ത് നോക്കുകയും ചെയ്യാം. ലൈവായിട്ട് ഞാൻ ഇത് നിങ്ങളെ കൊണ്ട് തന്നെ ചെയ്ത് കാണിക്കാം. അല്ലാതെ ഇത് മാജിക്കോ മറ്റു കാര്യങ്ങളോ ഒന്നുമല്ല. ഇത് ശില്പികളുടെ കഴിവ് മാത്രമാണ്. ഇത് യാതൊരുവിധ പരസ്യമല്ല. അവരിതുകൊണ്ട് മാത്രമാണ് ജീവിക്കുന്നത്. അവരെ നേരിട്ട് വിളിക്കാം, ഫോൺ നമ്പറുണ്ട്. കാരണം ആ കുടുംബം ഇങ്ങനെയുള്ള കലകൾ നഷ്ടപ്പെടാതിരിക്കാൻ വേണ്ടി നമ്മൾ മാക്സിമം സപ്പോർട്ട് ചെയ്യുക. ഈ വീഡിയോ നിങ്ങൾ കണ്ടല്ലോ. ഇതുപോലുള്ള അത്ഭുതങ്ങൾ ചെയ്യാനായി ഈ തലമുറയിലും നമ്മുടെ ശില്പികളുണ്ടെന്ന് മനസ്സിലാക്കണം. കാരണം ഇതൊരു ടെക്നിക്ക് മാത്രമാണ്. ഇതിനുള്ളിലുള്ളൊരു ടെക്നിക്ക് മാത്രമാണ്, അല്ലാതെ ഇത് വലിയ അത്ഭുതമല്ല. പക്ഷേ ഇത് ചെയ്തത് വലിയൊരു അത്ഭുതമാണ്. ഓടിൽ ഒറ്റ വാർപ്പിൽ മെഴുകു പിടിച്ച് ഇങ്ങനൊരു സാധനം ചെയ്യുന്നത് വളരെ വളരെ വലിയൊരു അത്ഭുതമാണ്. ആ അത്ഭുതം ഈ കുടുംബത്തെക്കുറിച്ചും ഇത് ചെയ്തവരെക്കുറിച്ചും പുറംലോകം അറിഞ്ഞില്ലെങ്കിൽ വലിയൊരു നഷ്ടമാണ്. അതാണ് ശിലാ മ്യൂസിയം ഇവിടെ വന്നിട്ട് നമ്മുടെ ഗ്രീൻ ആർട്ട് വിഷൻ ചാനലിൽ ഇത് കാണിക്കാനുള്ളൊരു ഇതുണ്ടായത്. കാരണം ഇതിൻ്റെ ഒരു കഴിവ് ഇത് നമുക്ക് ഇവരെ അഭിനന്ദിക്കാതിരിക്കാൻ ഒക്കത്തില്ല. മാക്സിമം എല്ലാവരും ഇത് ഷെയർ ചെയ്യണം. ക്യാമറമാൻ മണിലാലിനോടൊപ്പം ശിലാ സന്തോഷ്.